ഹസ്കേൽ 7-ാം അധ്യായം 10 മുതൽ 15 വരെ തിരുവചനങ്ങൾ. വരക്കുമോർ, നിന്റെ ആപത്ത് ആരംഭിച്ചിരിക്കുന്നു. അനീതിയുടെ വടി പൂത്തു, അഹങ്കാരം തളിർത്തു. അനീതി ദുഷ്ടതയുടെ വടിയായി വളർന്നിരിക്കുന്നു. അവരിലോ അവരുടെ ആർഭാടത്തിലോ അവരുടെ സമ്പത്തിലോ അല്പവും ശേഷിക്കുകയില്ല. അവരെക്കുറിച്ച് എനിക്ക് സഹതാപം ഉണ്ടാകുകയില്ല. കാലം സമാഗതം, നാളടുത്തിരിക്കുന്നു. അതിൻ്റെ സകല സമ്പാദ്യത്തിന്മേലും ക്രോധം വന്നിരിക്കുകയാൽ സമ്പാദിക്കുന്നവൻ സന്തോഷിക്കേണ്ട, വിൽക്കുന്നവൻ ദുഃഖിക്കേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അവരുടെ സമ്പാദ്യങ്ങളുടെ മേൽ തിരിച്ചു വരികയുമില്ല. ആരും മടങ്ങി വരികയില്ല. തിന്മയിൽ ജീവിതം കഴിക്കുന്ന ഒരുവനും ശക്തി പ്രാപിക്കുകയില്ല. അവർ കാഹളമൂതി സകലവും ഒരുക്കി. എന്നാൽ എൻ്റെ ക്രോധം അവരുടെ സകല സമ്പാദ്യത്തിന്മേലും വന്നിരിക്കുകയാൽ ആരും യുദ്ധത്തിന് പോകുകയില്ല. പുറത്ത് വാൾ, അകത്ത് പകർച്ചവ്യാധി, ക്ഷാമം. വയലിലിരിക്കുന്നവൻ വാൾ കൊണ്ട് മരിക്കും. പട്ടണത്തിലിരിക്കുന്നവൻ ക്ഷാമത്തിനും മഹാരോഗത്തിനും പാത്രമാകും. കാരുണ്യവാനായ കർത്താവേ, നിനക്ക് സ്തുതിയും നിന്റെ പിതാവിന് ബഹുമാനവും പരിശുദ്ധാത്മാവിന് വന്ദനവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.